ഗൈസ് നോക്കൂ, നമ്മുടെ അലീന ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് കീഴടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന 5 വർഷം ജോലി ചെയ്തിട്ടും ആ കുട്ടിക്ക് 100 രൂപ പോലും ശമ്പളം കൊടുത്തില്ല. എന്താ കേരളത്തിന്റെ അവസ്ഥ? ഇതിനൊക്കെ പറയുന്ന 13 ലക്ഷം രൂപ ആ മാനേജ്മെന്റിന് കൊടുത്ത ശേഷം നിയമനത്തിന് വേണ്ടി 5 വർഷം കാത്തിരുന്നു, നടന്നില്ല ഗൈസ്. അവസാനം 100 രൂപ പോലും കിട്ടിയില്ലെന്നാണ് സ്വന്തം അച്ഛൻ പിതാവ് പറയുന്നത്. 13 ലക്ഷം രൂപ കൊടുത്ത ആ കുട്ടിക്കൊരു ജോലിക്ക് വേണ്ടി 5 വർഷം കാത്തിരുന്നു. ചുവപ്പ് നാടയിൽ കുരുങ്ങി ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ കാരണം? 13 ലക്ഷം രൂപ മേടിച്ചവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അവർക്ക് നിയമനം കൊടുക്കണമെന്നോ അതിന് വേണ്ട രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണമെന്നോ അപേക്ഷ കൊടുക്കണമെന്നോ ഒന്നും ചെയ്യാതെ കണ്ട് നിരുത്തരവാദിത്വത്തിൻ്റെ പരകോടിയിലെത്തിയിട്ട് അടുത്ത ആൾക്കാരെ 13-20 ലക്ഷം മേടിച്ച് അടുത്ത ആൾക്കാരെ നിയമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന മാനേജ്മെൻറ്റ്. കേരളത്തിലെ അവസ്ഥ എന്താണ്? ഭിന്നശേഷിക്കാരെ നിയമിക്കുക എന്നുള്ളൊരു നൂലാമാല പറഞ്ഞുകൊണ്ട് എത്രയോ ജീവിതങ്ങളാണ് ഇവർ ചവിട്ടി മതിക്കുന്നത്. ഒരാളില്ല, അടുത്ത ആൾ വന്നോളും എന്നുള്ള അവരുടെ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ജീവിതം ബലിയാടാകുകയാണ്. അലിന ടീച്ചർക്കെതിരെ ഒരു മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി. കേസ് നോക്കൂ, എത്രയോ ബലിയാടുകളാകാനുള്ള അധ്യാപകർ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എയ്ഡഡ് മേഖലകളിൽ നിയമന അംഗീകാരത്തിന് വേണ്ടി കിടക്കുന്നറിയാമോ? വർഷങ്ങളോളം ഒരു സ്കൂളിൽ ജോലി ചെയ്തിട്ട് 10 പൈസ കിട്ടാതെ നിയമം റെഗുലൈസ് ചെയ്യാതെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ പൈസ വാങ്ങിച്ചുകൊണ്ട് ഇതേപോലുള്ള നിരുത്തരവാദിത്വ സമീപനം കാണിക്കുന്ന ഇതേ രീതിയിലുള്ള മാനേജ്മെൻറ്റുകളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഇതിന് കുറ്റക്കാരാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ മാർഗം സ്വീകരിക്കണം. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് എൻ്റെ പേരിലൊരു കുറ്റവും വരരുത്, നിലവിലുള്ള എന്ത് നിയമം ആ ടീച്ചർ പോയ ഒഴിവിലേക്ക് കൊടുക്കാനുള്ള നിയമം ഇമെയിൽ വഴിയാണ് അയച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് നിഷേധിക്കാതിരുന്നത് എന്നൊക്കെ പുറത്തു തന്നെ. മനുഷ്യത്വം വേണ്ടേ എന്തിനും? മരണമല്ലാതെ ടീച്ചർക്ക് വേറൊരു മാർഗവും ഇല്ല എന്നവർക്ക് തോന്നിക്കാണും. കാരണം പുറത്തു നിൽക്കുന്നവർക്ക് നിയമനം കിട്ടുമെങ്കിൽ താങ്കളുടെ നിയമനം ഒഴിവാക്കുകയോ താങ്കളുടെ അപേക്ഷ നിരസിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ടീച്ചറിൻ്റെ ഒഴിവ് കിട്ടാതെ മറ്റുള്ളവർക്ക് പുറകെ കിടക്കുന്നവർക്ക് കിട്ടത്തുള്ള അവസ്ഥയെത്തി. ഭിന്നശേഷി നിയമനത്തിൻ്റെ ഒരു നൂലാമാല കേസ് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകരുടെ നിയമനത്തെ തടയുക അല്ലെങ്കിൽ വളരെയധികം കഷ്ടമല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ ജീവിക്കാൻ മുന്നോട്ട് പോകേണ്ട അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതേ രീതിയിലുള്ള ഈ ചുവപ്പ് നാടയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയോ മാനേജ്മെന്റ് അനാസ്ഥയോ എന്തുകൊണ്ടാണെങ്കിലും ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നെന്ന് പറഞ്ഞാൽ വളരെയേറെ സങ്കടകരമായ ഒരവസ്ഥ. തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനകത്ത് ഇടപെട്ട കേസെടുക്കേണ്ട സംഭവം തന്നെ. ഇതിലേക്ക് എത്തിച്ച ഈ നിയമ സംവിധാനത്തിൻ്റെയോ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയോ ഉദ്യോഗസ്ഥ വീഴ്ചയോ കറക്റ്റായിട്ട് നിയമ നടപടി എടുക്കേണ്ട ഒരു സംഭവമാണ്. നോക്കൂ, അവർക്ക് അധ്യാപകത്തിനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്, പക്ഷെ നിയമനം കിട്ടുന്നില്ല. എന്തോ സാങ്കേതികത്വം പറഞ്ഞു. എന്താ ചെയ്യുക? കേരളത്തിലെ അവസ്ഥ നമുക്ക് നോക്കൂ. ഇപ്പോൾ അധ്യാപകർ മേഖല, ഇപ്പോൾ ഒരുപാട് അധ്യാപകർ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ഒരു അലീന ടീച്ചർ മാത്രമല്ല, ഒരുപാട് ടീച്ചർമാർ ഈ മേഖലയിൽ ഈ അവസ്ഥ നേരിടുന്നുണ്ട്. നിയമം കൊടുത്തിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, പണം കൊടുത്തെങ്കിൽ മാത്രമേ ഈ എയ്ഡഡ് മേഖലകളിൽ അധ്യാപക നിയമവും അനധ്യാപക നിയമവും നടക്കത്തുള്ളൂ. പക്ഷെ അതവർ കൊടുത്തിട്ടും ഈ നിയമനം നടത്തുന്ന റെഗുലൈസ് ചെയ്ത് കിട്ടുക എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്യാത്ത മാനേജ്മെന്റ്, നിരുത്തരവാദപരമായ വീഴ്ചകൾ വരുത്തുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഈ ആൾക്കാർക്കെതിരെ എന്താ ചെയ്യുക? പൈസ മേടിക്കാൻ കാണിക്കുന്ന ഉത്തരവാദിത്തം മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാത്ത ഈ രീതിയിലുള്ള വിശദീകരണ കുറിപ്പുമായിട്ട് വന്നിട്ടുണ്ട് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്. എന്തിന്? അവരുടെ ജീവനും കൊണ്ട് അവർ പോയി. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ. 5 വർഷം 100 രൂപ പോലും മേടിക്കാതെ കൊണ്ട് ജോലി ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് സ്വയം നിരാശയുടെ കുഴിയിലേക്ക് ആണ്ടുപോയി ഗൈസ്. എന്താ ചെയ്യുക?